അസ്സലാമു അലൈക്കും. ചില ദിവസങ്ങളിൽ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും ഭയങ്കര കൺഫ്യൂഷനായിരിക്കും എന്താ വെക്കേണ്ടതെന്നുള്ളത്. എനിക്ക് എപ്പോഴും ആ കൺഫ്യൂഷൻ തന്നെ ഉള്ളൂ. എന്നുവെച്ചാൽ അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ മന്തിയും എല്ലാം എപ്പോഴും ഇങ്ങനെ എന്താ ചിക്കൻ, മട്ടൺ, ബീഫൊക്കെ തന്നെയാണ്. ഈ നോമ്പിന് പ്രത്യേകിച്ചും അത് തന്നെയായിരുന്നു ഫുള്ള്. ഫിഷ്, മീനൊക്കെ മേടിക്കുമ്പോഴത്തേനും ഇവിടെ പിന്നെ വെജിറ്റബിൾ എന്തെങ്കിലും കറി വെച്ചാലും ഇവിടെ സുർജിക്ക് ഭയങ്കര വിഷമമാണ്. കഴിക്കുമ്പോൾ ഒരു നിറവും ഉണ്ടാവില്ല, കഴിച്ചെന്നേ ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ നോമ്പിന് മിക്കവാറും എപ്പോഴും ഇങ്ങനെ നോൺ വെജും ഒക്കെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാനിന്നൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു മന്തി ആക്കാൻ പോവുകയാണ്. ഇത് മൂന്നാമത്തെ മന്തി റെസിപ്പിയാണ്. അൽഫാം മന്തി എന്ന് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മതി. ഇതിൽ സവോള, നമ്മുടെ എന്താ വെളുത്തുള്ളി, പച്ചമുളക്, നമ്മുടെ പുതിനയില, മല്ലിയില, ഇച്ചിരി വിനെഗർ, ഉപ്പ്, പിന്നെ സൺഫ്ലവർ ഓയിൽ, ഇതെല്ലാം കൂടി നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. പിന്നെ ഇത് മന്തി മസാല, എൻ്റെ അടുത്ത് മന്തി മസാല തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് നമ്മുടെ പൊടികളൊക്കെ ഇട്ടിട്ട് ഞാൻ മന്തി മസാല ആക്കിയെടുത്തു. അതും നേരത്തെ പേസ്റ്റിൽ ഈ ഒരു മന്തി മസാലയും പിന്നെ നമ്മുടെ ഉണക്കനാരങ്ങയില്ല അതും കൂടി ഇട്ടിട്ട് പൊടിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസസ് അതിലോട്ട് നല്ല രീതിയിൽ പൊതിഞ്ഞ് വരുന്ന രീതിയിൽ ഒരു 1-2 മണിക്കൂർ വെച്ചിരിക്കുക. അതിനുശേഷം ഇതിനെ നമുക്കൊന്ന് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അത്യാവശ്യം ഗ്രേവി ഉള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് ഈ ഫ്രൈ, അതായത് ജസ്റ്റ് ഒന്ന് കുക്കായി വരണം. ഫ്രൈ എന്നുള്ളൊരു സാധനത്തിലോട്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി വരണം നമ്മുടെ ചിക്കൻ. നമ്മളിത് ചിക്കൻ കുക്കായി വരുമ്പോഴത്തേനും ഇതിൽ നമുക്ക് കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടാകും കേട്ടോ. അതങ്ങനെ തന്നെ എടുത്ത് ഗ്രേവി മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ റൈസ് അതിലോട്ട് എടുത്തിട്ട് കൊടുക്കണം. ഏതാണെന്നുള്ളത് വെച്ചാൽ അത് ബസ്മതി റൈസ് ഏതാണെന്ന് വെച്ചാൽ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കറുവാപ്പട്ട, ഗ്രാമ്പൂ, ബേ ലീഫൊക്കെ ഇടണേ. റോസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാൻ. പിന്നെ ആവശ്യത്തിന് അതിന് പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്ത് ഓർക്കൊക്കെ ആവാണ്ട് നോക്കണം കേട്ടോ. മന്തി റൈസിന് ഓർക്കൊക്കെ ആയിപ്പോയാൽ ഭയങ്കര രസമില്ലാതായിപ്പോവും. പിന്നെ നമ്മൾ ലെയർ ചെയ്യണം. കുറച്ച് റൈസ് അതിൻ്റെ മേലെ നമ്മൾ കുക്ക് ചെയ്ത ചിക്കൻ പീസസ്, പിന്നെ മന്തി മസാല, അഗെയിൻ റൈസ്, ചിക്കൻ പീസസ്, മന്തി മസാല, അത് ലെയർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കണം, ഫ്ലേവർ ഇറങ്ങാനായിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അലങ്കരിക്കണമെങ്കിൽ അലങ്കരിക്കാം. മന്തി റെഡിയായി. വലിയ റിസ്ക്കൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മന്തിയാണിത്. എന്നുവെച്ചാൽ എനിക്കാണെങ്കിൽ വേറെ കറിയൊന്നും നോക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മന്തി ആക്കിയത്. പിന്നെ നമ്മുടെ പൈനാപ്പിൾ ഐസ് ആപ്പിൾ സർബത്താണ് സൈഡിൽ ഇരിക്കുന്നത്. പിന്നെ കോക്ടെയിലാണ്. കോക്ടെയിലിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.